ഹലോ ഗായ്സ്, വെൽക്കം ടു H7VT. ഗായ്സ്, നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ചായി. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു പുതിയ എപ്പിസോഡൊക്കെ ആയിട്ടാണ് വന്നേക്കണത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബേസിലാണ്. ഓക്കെ, സീക്രട്ട് ബേസിലാണ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് കുറച്ച് പരിപാടികളുണ്ട്. വേറെ ഒന്നുമല്ല, നമുക്കിന്നൊരു ഒരു ടാസ്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ലെസ്റ്റർ ഒരു ടാസ്ക് തന്നിട്ടുണ്ട്. അത് തന്നെ നമ്മുടെ ഗോൾഡ് നമ്മൾ ഒരു ട്രക്കിൽ അടിച്ചു മാറ്റിയിട്ട് വേറൊരു സ്ഥലത്ത് അവർ കൊടുക്കുകയാണെങ്കിൽ, അവർക്ക് ഡീൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം $100 million തരാമെന്ന് പറഞ്ഞേക്കണത്. ഓക്കെ, അപ്പോൾ അതാണ് ഡീല്. നമുക്കിപ്പോൾ ക്യാഷിൻ്റെ ആവശ്യമുണ്ട്. താനും നമുക്ക് ഇവിടെ ലോസ് ആൻഡേഴ്സിൽ നിൽക്കാൻ വേണ്ടി ഒരു വീടില്ല. പിന്നെ അതല്ലാണ്ട് തന്നെ നമുക്ക് കേസൊക്കെ FBI അടുത്തുനിന്ന് ക്ലിയർ ചെയ്യണമെങ്കിൽ അവർക്കും പൈസ വേണം. നമുക്കിപ്പോൾ ആലോചിച്ചപ്പോൾ നമുക്ക് ഈ ഡീൽ എടുക്കാമെന്നാണ് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂടെ ചിലപ്പോൾ ഫ്രാങ്ക്ലിൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഫ്രാങ്ക്ലിൻ അല്ലെങ്കിൽ മൈക്കിള്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കണം എന്നുള്ള ബേസിലാണ്. അപ്പോൾ ലെസ്റ്റർ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോയാൽ മതി. നമുക്കിപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോയി ഫുഡ് കഴിച്ചേക്കാം. ഓക്കെ, നമുക്ക് ഈ വണ്ടി എടുത്തേക്കാം. ഓക്കെ, വണ്ടി കൊണ്ട് നേരെ അങ്ങ് പോയേക്കാം നമുക്ക് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ കാണാൻ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നമ്മുടെ വീഡിയോസ് മാക്സിമം ഷെയറും കൂടി ചെയ്യേണ്ടതാണ്. ഓക്കെ, നമുക്ക് വേഗം തന്നെ നമ്മുടെ 2K സബ്സ്ക്രൈബേഴ്സ് എത്തണം നമ്മുടെ ചാനൽ. ഓക്കെ, അതാണ് നമുക്കുള്ള ടാസ്ക്. ജസ്റ്റ് പെട്ടെന്ന് നോക്കിയാണല്ലോ ഇതൊക്കെ വളർത്തുന്നത്. ഓക്കെ, നമ്മൾ ഒരാളെ തീർത്തിട്ടുണ്ട്. നേരം പോയേക്കാം റെസ്റ്റോറൻറ്റിലേക്ക്. രാവിലെ തന്നെ നമ്മൾ മൈൻഡ് തന്നെ കട്ടാകുന്ന രീതിയിലാണ് പിന്നെ ഇടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഫ്രണ്ടിലത്തെ ബമ്പറൊക്കെ പൊളിയാറായിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാൻ വേണം, പോകണമെങ്കിൽ നമുക്കൊരു പെയിൻറ്റ് ഷോപ്പിൽ കയറി ജസ്റ്റ് ഒന്ന് പെയിൻറ്റും ചെയ്തേക്കാം, റിപ്പയർമെൻറ്റ് ചെയ്തേക്കാം നമുക്ക് വണ്ടി. പിന്നെ ഇവിടെ ആയിട്ടാണ് പെയിൻറ്റ് ഷോപ്പ് ഉള്ളത്. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. കളറൊക്കെ മാറ്റിയിട്ടുണ്ട്, പച്ചയാണ് ആക്കിയിരിക്കുന്നത്. മേടിച്ചു ഗൈസ്. റെസ്റ്റോറൻറ്റ് നമുക്ക് കഴിഞ്ഞ വണ്ടിയെ പതിയെ മാറ്റിയിടാം. ഓക്കെ, നമുക്കപ്പോൾ ഫുഡ് കഴിച്ചിട്ടൊക്കെ കാണാം. ഓക്കെ ഗൈസ്, നമ്മളെ ലെസ്റ്റർ ഇപ്പോൾ വിളിച്ചായിരുന്നു. ലെസ്റ്റർ നമുക്ക് ലൊക്കേഷൻ തന്നിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ ഗോൾഡ് ഉള്ള ട്രക്ക് കിടക്കുന്നത്. ഓക്കെ, അവിടെ പോയാണ് നമ്മൾ സ്റ്റീൽ ചെയ്യേണ്ടത്. അവിടുത്തെ ക്യാമറാസൊക്കെ ഹാക്ക് ചെയ്തിട്ടൊക്കെ അവിടെ ഗാർഡ് കാര്യങ്ങളൊന്നും അധികം ഇല്ല.
ഒന്നോ രണ്ടോ ഗാർഡ്സ് ഉള്ളൂ എന്നാണ് ലെസ്റ്റർ ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. വേണമെങ്കിൽ നമ്മളോട് ഒറ്റയ്ക്ക് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ട്രക്ക് സ്റ്റീൽ ചെയ്ത് കഴിഞ്ഞിട്ട് ലെസ്റ്ററിനെ വിളിക്കാനാണ് പറഞ്ഞത്. സ്റ്റീൽ ചെയ്ത് സേഫ് ആയി കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം. നമുക്ക് നമ്മുടെ വണ്ടി എടുത്തേക്കാം. ഇത് നമ്മൾ സ്റ്റീൽ ചെയ്ത വണ്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ലൊക്കേഷൻ മാർക്ക് ചെയ്തേക്കാം. നമുക്ക് വേണമെങ്കിൽ ഹൈവേ പിടിച്ച് പോയാൽ മതി ഗൈസ്. ഓക്കെ, നേരെ നമുക്ക് ഹൈവേ കയറിയേക്കാം. ഇവിടെ നിന്ന് പോയി വേഗം വിടാം. നൈറ്റ് ആവുന്നത് നമുക്ക് നൈറ്റ് ആകുമ്പോൾ തന്നെ അവിടെ എത്തണം, എന്നാലേ നമുക്ക് സേഫായിട്ട് ഗാർഡ്സിനെ അടിച്ചിടാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ വെപ്പൺസൊക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ലെസ്റ്റർ എന്ന ലൊക്കേഷൻ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ നിൽക്കും. നമുക്ക് കഴിഞ്ഞ് നമുക്ക് ഇവിടെ കൃത്യം ലൊക്കേഷൻ ആയിട്ട് അവിടെ ആയിട്ടാണ് നമ്മൾ. ഓക്കെ, നമുക്ക് കഴിഞ്ഞ് നമ്മൾ ട്രക്ക് വല്ല സ്പോട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇതിൻ്റെ ഇടയിലേക്കാണ് കാർഡ്സ് ഇടണമെങ്കിൽ നമ്മൾ ആക്കി കളയും. ഓക്കെ ഗൈസ്, അത് ട്രക്കാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഓക്കെ, ബ്ലാക്ക് കളർ ട്രക്ക് പോലെ തോന്നുന്നുണ്ട്. നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ ബോഡി ഗാർഡ്സിനൊന്നും കാണുന്നില്ല കേട്ടോ. ഒന്ന് പോയി നോക്കിയേക്കാം. കാര്യം ചെയ്യാം, നമുക്ക് നമ്മൾ വണ്ടി എടുത്തേക്കാം. ഓക്കെ, നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഈ വണ്ടി ജസ്റ്റ് വേണമെന്ന് സേഫ് ആക്കി ഇട്ടേക്കാം. വണ്ടി നമ്മുടെ പിസ്റ്റൺ ഉണ്ടല്ലോ. ഓക്കെ, ഇവിടെ ഗാർഡ്സ് നടക്കണ ഒച്ച കേൾക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒച്ച കേൾക്കുന്നുണ്ട്. ഗാർഡ്സ് ഒന്നും നമ്മളെ കണ്ടിട്ടില്ല. അവരങ്ങോട്ടും കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ, ടാസ്ക് ആയിട്ടുണ്ട്.
ഒരു കാണാൻ അങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അവനെ തീർത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഒരു ഗാർഡെന്ന് അങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അവൻ മിസ്സായ സീനായി. നമ്മൾ മുഖം ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഓക്കെ, അവൻ ഇങ്ങോട്ട് പോകുന്നില്ല. അവനെ കാണാൻ എവിടെയോ ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ ശവം ഓടിപ്പോയത് നമുക്ക് വലിയ പണി വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നട്ടെ ഗൈസ്. ഓക്കെ, വഴിയെ പോയെന്നറിയില്ല. ഇവിടെ ഈ പരിസരത്തൊന്നും കാണണം കേട്ടോ. നമ്മൾ ട്രക്ക് എടുത്ത് ഇപ്പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇവിടെ ആരെയും കാണുന്നില്ല. നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കണം കേട്ടോ ഗൈസ്. ഓക്കെ, മറ്റേ വണ്ടി നമ്മൾ കൊണ്ടുവന്ന വണ്ടിയാണെങ്കിൽ നമ്മുടെ വണ്ടി അല്ലാത്തതുകൊണ്ട് വിഷയമില്ല. നമ്മൾ എന്നാലും ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ടെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് വിടാം. ഓക്കെ, നമുക്ക് അടുത്ത് രക്ഷപ്പെട്ടേക്കൊണ്ട് അവരുടെ ബാക്കി ടീം മെമ്പേഴ്സിനെ വിളിച്ചു പറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതിനുള്ളിൽ തന്നെ ഇവിടെ നൈസിനെ എസ്കേപ്പ് ആവണം. ഓക്കെ, നമുക്കൊന്ന് എസ്കേപ്പ് ആയിട്ട് വേണം നമ്മൾ ലെസ്റ്ററിനെ ഒന്ന് വിളിക്കാൻ. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ. ഓക്കെ, ജസ്റ്റ് നല്ല രീതിയിൽ എസ്കേപ്പ് ആവട്ടെ. സ്ഥലം കാര്യമായിട്ട് ആക്കിയിട്ട് മതി. അപ്പോൾ ഓക്കെ ഗൈസ്, ഇപ്പോൾ ഏകദേശം രാവിലെ ആയിട്ടുണ്ട്. ഓക്കെ, നൈസിന് മാറി എന്നിട്ട് ജസ്റ്റ് ഒന്ന് ലെസ്റ്ററിനെ വിളിക്കാം. നമ്മൾ വണ്ടി വല്ല ഒതുക്കിയിട്ട് സൈഡിൽ. ഓക്കെ, നമുക്ക് ലെസ്റ്ററിനെ വിളിക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ലെസ്റ്ററിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ലെസ്റ്ററിൽ നമുക്ക് ലൊക്കേഷൻ തന്നിട്ട് അവിടെ ചെന്നാൽ മതി. അവിടെ ചെന്ന് വണ്ടി ഇട്ടാൽ മാത്രം മതി എന്നാവുന്നത്. നമ്മുടെ ഏകദേശം അടുത്ത് തന്നെയായിട്ടാണ് ആ ലൊക്കേഷൻ. ഓക്കെ, അവിടെ ചെന്ന് ജസ്റ്റ് വണ്ടി പാർക്ക് ചെയ്തിട്ടാൽ മതി എന്നുള്ളത്. നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് വരുന്നുണ്ട്. നമുക്ക് പോകാനുള്ള വണ്ടി അവിടെ ഉണ്ടാവുമെന്നാണ് സിസ്റ്റർ പറഞ്ഞത്. മഴയാട്ടോ പോവാൻ. ഇവിടെയായിട്ടാണ് മുണ്ട് കാട്ടുന്നത്. വണ്ടിയിലേക്ക് അറിയാം. വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് വേണ്ടി താക്കോലൊക്കെ വണ്ടി തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ഇനി ഡെസ്റ്റിനേഷൻ വിളിച്ചേക്കാം. $100 million ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. നമ്മൾ വീഡിയോ വെച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ see you guys, see you on next video. Bye.